കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥത ഉണ്ടായെന്നും കുറ്റപ്പെടുത്തൽ. ടി.എൻ. പ്രതാപനെയും ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചു. ചില നേതാക്കൾക്ക് പണത്തോടാർത്തിയെന്നും കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ കുറ്റപ്പെടുത്തി. പുനഃസംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമായെന്നും സ്ഥാനാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ഇവരുമായി അഖിൽ പാലോട്ടുമടം ചിരിയാണ്. അഖിൽ, കെ മുരളീധരന്റെ വിമർശനം ഒരു ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ, UDF-നുള്ളിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസ് നേതാക്കളെയാണ് കെ മുരളീധരൻ വിമർശിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ്റെ ഈ ഏറ്റുപറച്ചിൽ അതൊരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിൽ തന്നെയാണ് എന്നുള്ള വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിൽ എന്ന രീതിയിൽ വേണോ കെ മുരളീധരൻ്റെ വാക്കുകളെ നമുക്ക് വായിച്ചെടുക്കാൻ? അവിടുത്തെ UDF സ്ഥാനാർത്ഥിയാകേണ്ടിരുന്ന ടി.എൻ. പ്രതാപൻ, ജോസ് വെള്ളൂർ, ഇവരെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെയും ചില സന്ദർഭങ്ങളിൽ ഇത്തരം വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജനവിധി കാത്തിരിക്കുന്ന വേളയിലുള്ള ഈ ഒരു തുറന്നു പറച്ചിൽ അത് കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ തന്നെയാണ് സാധ്യതയും, അല്ലേ? തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ചേർന്ന KPCC നേതൃയോഗത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. പക്ഷെ അതൊന്നും നേതാക്കൾ തയ്യാറായിരുന്നില്ല. ആദ്യ വിമർശനം ഉന്നയിച്ചത് യോഗത്തിൽ കോൺഗ്രസിന്റെ 16 സ്ഥാനാർത്ഥികൾ 13 പേര് മാത്രമാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ പങ്കെടുത്തത്. 3 പേർ യോഗത്തിന് എത്തിയിരുന്നില്ല. ഡീൻ കുര്യാക്കോസ് എത്തിയിരുന്നില്ല. ഇടുക്കിയിലെ സ്ഥാനാർത്ഥി, തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂർ എത്തിയിരുന്നില്ല. അതോടൊപ്പം തന്നെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയായ ഹൈബീഡനും ഇന്നത്തെ യോഗത്തിലെത്തില്ല. ബാക്കി 13 പേരും യോഗത്തിൽ എത്തിയിരുന്നു. 13 സ്ഥാനാർത്ഥികളും ഈ സംഘടനാ കാര്യങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ഈ ഒരു ഏറ്റുപറച്ചിൽ, സ്ഥാനാർത്ഥികളുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഏത് തരത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാവുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് UDF-നുള്ളിൽ തന്നെ കോൺഗ്രസിൻ്റെ ഈ സമീപനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം ചില മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വടകരയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിലേക്ക് എത്തിയ കെ മുരളീധരനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് പോര് ശക്തമാണ് എന്നുള്ള വിമർശനമുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പരസ്യമായി തന്നെ കെ മുരളീധരൻ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അത്രത്തോളം കൃത്യമായ രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട്. അഖിൽ, ഇത് തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. കാരണം UDF സ്ഥാനാർത്ഥികളൊക്കെയും പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരൻ ഇത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അത് കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും ഈ തരത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. KP, അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 13 സ്ഥാനാർത്ഥികളും ഇന്ന് അവർ നേരിട്ട ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവർ വിജയപ്രതീക്ഷ ഉറപ്പ് നൽകുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു സംസാരിച്ചത്. അതിൽ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത് കെ മുരളീധരനായിരുന്നു. ആദ്യഘട്ടത്തിൽ അവിടെ എത്തുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സഹകരണമായിരുന്നില്ല പിന്നീട് ഉണ്ടായിരുന്നത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് ചില നേതാക്കൾക്കുമൊക്കെ തന്നെ പണത്തിനോട് വലിയ ആർത്തിയുണ്ട് എന്ന തരത്തിലും ഉള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തി എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ടി.എൻ. പ്രതാപനും അവിടുത്തെ TCC പ്രസിഡന്റായ ജോസ് വള്ളൂരും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നിസ്സഹകരണ പ്രവർത്തനവും തൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് ആയിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കെ മുരളീധരൻ്റെ വലതുഭാഗത്ത് ടി.എൻ. പ്രതാപനും ഇടതുഭാഗത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജോസ് വള്ളൂരും നിൽക്കുന്നതും അതുപോലെ തന്നെ കെ മുരളീധരൻ്റെ മുഖമെല്ലാം തുടച്ചു കൊടുക്കുന്ന ടി.എൻ. പ്രതാപനെയൊക്കെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനമായിരുന്നില്ല സംഘടനാപരമായി നടത്തിയതെന്ന വിമർശനമാണ് കെ മുരളീധരൻ മുന്നോട്ട് വെച്ചത്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ചില നേതാക്കൾക്കുള്ള പണത്തോടുള്ള ആർത്തിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് BJP-ക്ക്
ചേരുന്ന സമയത്തും അവർ ആദ്യം ഉന്നയിച്ച ഒരു ആരോപണം തൃശ്ശൂർ ജില്ലയിലെ നേതാക്കൾക്ക് വലിയ തോതിലുള്ള പണത്തിനോടുള്ള ആർത്തിയാണ് എന്നതായിരുന്നു അവർ പ്രധാനമായും മുന്നോട്ട് വെച്ച ആരോപണം. അതിന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടിക്ക് 22 ലക്ഷം രൂപയാണ് തന്നിൽ നിന്നും DCC പ്രസിഡന്റ് നിലവിലത്തെ MP ഒക്കെ തന്നെ പിടിച്ചു വാങ്ങിയത് എന്നുള്ള ഒരു ആരോപണം അവർ തന്നെ അന്ന് ഉന്നയിച്ചിരുന്നു. അതിന് ഒരു ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ മുരളീധരൻ്റെ ഈ പ്രസ്താവനയും നമുക്ക് നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം തന്നെയാണ് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയായിരുന്ന MK രാഘവനും അതുപോലെ ജില്ലയിൽ ചില നേതാക്കൾ, അവിടുത്തെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടപെട്ടില്ല, നിസ്സഹകരണമായിരുന്നു നടത്തിയെന്നൊരു വിമർശനം നടത്തിയിരുന്നു. ആ ജില്ലയിൽ നിന്നുള്ളൊരു പ്രമുഖമായ നേതാവിനെ കൂടി അദ്ദേഹം അതിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് യോഗത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള MM ഹസൻ അദ്ദേഹം പറഞ്ഞത് ചില സംഘടനാ കാര്യങ്ങൾക്കും അപ്പുറത്ത് വലിയ വിജയപ്രതീക്ഷ UDFനുണ്ടാകും, UDFന് 20 സീറ്റിലും ഒരു വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം അവർ വീണ്ടും പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ വടകരയിലെ വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഷാഫിക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങുമായൊക്കെ ബന്ധപ്പെട്ട് 11-ാം തീയതി വടകരയിൽ വലിയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കള്ളവോട്ട് നടന്നതുമായൊക്കെ ബന്ധപ്പെട്ട് തന്നെ 16 മുതൽ 20-ാം തീയതി വരെ ബൂത്ത് തലത്തിൽ ബൂത്ത് പ്രസിഡന്റുമാരുടെയും അതുപോലെ തന്നെ BLOമാരുടെയും യോഗമെല്ലാം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേരിട്ട് പോയി നടത്തി, KPCC ഭാരവാഹികളൊക്കെ പോയി നേരിട്ട് നടത്തി ഉള്ള ഒരു അവലോകന യോഗം കൂടി ഉണ്ടാകണമെന്നുള്ള തരത്തിലാണ് യോഗം തീരുമാനമെടുത്തതെന്നാണ് ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇന്ന് യോഗത്തിൽ ശേഷം KPCC പ്രസിഡന്റായി K സുധാകരൻ ചാർജ് ഏറ്റെടുക്കുമെന്നായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. MM ഹസൻ ഈ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ തുടരട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്കാണ് നിലവിലെത്തിയിരിക്കുന്നത്. KP അഖിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസം ഈ നേതാക്കളും സ്ഥാനാർത്ഥികളും വച്ച് പുലർത്തുമ്പോഴും ഈ കെ മുരളീധരൻ്റെ വാക്കുകൾ പണത്തോടുള്ള ചില ആർത്തി ചില നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. TN പ്രതാപൻ, ജോസ് വള്ളൂർ എന്നീ 2 പേരുകൾ. അവിടെ സ്ഥാനാർത്ഥിത്വം ആദ്യം മുതൽ പ്രഖ്യാപിച്ചിരുന്ന TN പ്രതാപൻ അവസാന നിമിഷമാണ് ഈ നേതൃത്വത്തിൻ്റെ ഇടപെടലിലൂടെ കെ മുരളീധരന് വഴിമാറേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അസ്വാരസ്യം കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം പ്രതിഫലിച്ചു. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർ ഒരു വിഭാഗം തന്നെ ഈ ഒരു നിസ്സഹരണ മനോഭാവത്തോടെ മുന്നോട്ട് പോയി എന്ന് വേണം മുരളീധരൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത്. അതായത് DCC പ്രസിഡന്റ് പോലും DCC നേതൃത്വം പോലും തനിക്ക് പിന്തുണ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തുറന്നു പറച്ചിൽ എന്ന രീതിയിൽ കൂടി വേണം കെ മുരളീധരൻ്റെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാനല്ലേ? അതാണ് KP നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞതും അതായിരുന്നു. ഈ തൃശ്ശൂർ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുണ്ടായ രാഷ്ട്രീയമായ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ 20 ഈ തുടരുന്ന സ്ഥാനാർത്ഥികൾ 20 MP-മാരും തന്നെ മത്സരിക്കട്ടെ എന്ന്, അതിൽ കോൺഗ്രസിൻ്റെ 16 MP-മാരും തന്നെ മത്സരിക്കട്ടെ എന്ന് ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനം വരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിലത്തെ സിറ്റിംഗ് MP എന്ന നിലയിൽ TN പ്രതാപൻ അവിടെ ചുമരെഴുത്തും പോസ്റ്ററും ആദ്യഘട്ട 1-ാം ഘട്ട പ്രചരണത്തിൻ്റെ ഒരു 3/4% പോലും അവിടെ പ്രചരണം നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് പത്മജ വേണുഗോപാലിൻ്റെ BJP-യിലേക്കുള്ള വരവ് ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നത്, ഒരു രാഷ്ട്രീയ കാറ്റ് തൃശ്ശൂരിൽ മാറ്റി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനു പിന്നാലെയാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തുന്നു. ഒരു സാമുദായിക സമവാക്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഷാഫി പറമ്പിലിനെ വടകരയിലേക്കും സ്ഥാനാർത്ഥിയായി അയക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ്റെ തട്ടകമാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് K കരുണാകരൻ്റെ തട്ടകമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത ചരിത്രം K കരുണാകരനുമുണ്ട്. അവിടുത്തെ നിയമസഭാ മണ്ഡലം പഴയ മാള നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചു കയറുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. K കരുണാകരനു ശേഷം കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്തും ഇതുപോലെ വിജയപരാജയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകം എന്ന നിലയ്ക്ക്, സ്വന്തം നാട് എന്ന നിലയ്ക്കാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് മത്സരത്തിലേക്ക് വരുന്നത്. അവിടെ ഉണ്ടായ അസ്വാരസ്യങ്ങൾ ഇന്ന് നേതൃത്വത്തിന് മുമ്പിൽ, അതായത് തെരഞ്ഞെടുപ്പ് അവസാനിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായി അതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ പാർട്ടിക്ക് പുറത്തൊന്നും നടത്താതെ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയം അദ്ദേഹം അതിൽ നിന്ന് മണക്കുന്നുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചത് പരാജയം അദ്ദേഹം സ്വാഭാവികമായും മണക്കുന്നുണ്ട്. പക്ഷേ അതിലുപരിയായി ഈ പരാജയത്തിൻ്റെ ഭാരം ചില നേതാക്കളുടെ ചുമലിലേക്ക് ഇറക്കി വെക്കാനുള്ള ഒരു നീക്കവും
അദ്ദേഹം നടത്തുന്നുണ്ട്. അതാണ് ഈ ഒരു പഴിച്ചാറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വടകരയിൽ ജയിച്ച തനിക്ക് തൃശ്ശൂരിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒരു പക്ഷേ ആ പരാജയം സംഭവിച്ചാൽ അതിൻ്റെ ഭാരം എനിക്ക് ചുമക്കാനും കഴിയില്ല, അത് ടി എൻ പ്രതാപനിലേക്കും DCC പ്രസിഡന്റിലേക്കും നേതൃത്വം ചുമത്തേണ്ടി വരും എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ കൂടി വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മനസ്സിലാക്കാനല്ലേ? അങ്ങനെ കരുതുന്നതിൽ ഒരു തെറ്റില്ല KP. കാരണം സ്വാഭാവികമായിട്ട് പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയമുണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ ആ വിജയം ഏകപക്ഷീയമായി അല്ലാതെ കൂട്ടായി ആഘോഷിക്കുകയും പരാജയമുണ്ടായാൽ അത് ഏകപക്ഷീയമായി പറയുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് നമ്മൾക്ക് മുമ്പ് അതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനും സാധിക്കും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 സീറ്റും UDF വിജയം നേടുന്നു. അതിൽ മത്സരിച്ച 17 സീറ്റുകളിലും ഈ കോൺഗ്രസ് തന്നെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് വീണ്ടും ഒരു തുടർഭരണം LDFിനുണ്ടാകുന്നു. ആ പരാജയം മുഴുവനായും അന്നത്തെ പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വയം ഏറ്റെടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാത്രം അതിൻ്റെ ഭാരഭാഗം ചുമക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ആ ഒരു ചരിത്രമെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കണം തൃശ്ശൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സംഭവിച്ച് ഏതെങ്കിലും തരത്തിൽ വിധി മറ്റൊരു തരത്തിലായാൽ ആ വിധിയിൽ തന്നെ മാത്രം അതിൽ കരുക്കളാക്കരുത് എന്നുള്ള ഒരു മുൻകരുതൽ കൂടിയായിരിക്കണം കെ മുരളീധരൻ എടുത്തിട്ടുണ്ടാവുക. കാരണം സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവിടെ സിറ്റിംഗ് MP ഉണ്ടായിരുന്നു. അദ്ദേഹം നിലവിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ അദ്ദേഹത്തെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതായിരുന്നു. അപ്പോൾ അദ്ദേഹമുണ്ട്, അവിടെ DCC പ്രസിഡന്റ്, മറ്റു KPCC ഭാരവാഹികളുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് വരുത്തി തീർക്കുകയും തൻ്റെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല ഈ പരാജയത്തിലേക്ക് കാരണവും തൻ്റെ വരവ് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രധാന ഘടകവും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ടാകണം എന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടയിലൂടെ വായിച്ചെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് KP. യെസ്, കോൺഗ്രസ് നേതാക്കളെ പരസ്യമായി തന്നെയാണ് കെ മുരളീധരൻ വിമർശിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥത ഉണ്ടായെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തുമ്പോൾ അത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തുറന്നു പറച്ചിലാണ്, ഒരു മുൻകൂർ ജാമ്യമാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. രാഷ്ട്രീയപരമായി അത്തരത്തിലുള്ള വിശകലനം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഖിൽ പാലോട്ടുമടമാണ് വിശദാംശങ്ങൾ നൽകിയത്.